നമസ്കാരം. ഒരു പുതുവർഷം കൂടി പിറക്കുകയാണ്. ഓരോ പുതുവർഷം പിറക്കുമ്പോഴും ലോകത്തെ പല ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാരും അടുത്ത വർഷം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള പല പ്രവചനങ്ങളും നടത്തുന്നുണ്ട്. ജീവിച്ചിരിക്കുന്ന നൊസ്ട്രഡാമസ് എന്നറിയപ്പെടുന്ന ഒരു ബ്രസീലിയൻ മിസ്റ്റിക്കുണ്ട്, ആത്തോസ് സലാമി. അദ്ദേഹവും ഇപ്പോൾ ചില പ്രവചനങ്ങൾ നടത്തിയിരിക്കുകയാണ്. എന്നാൽ ആത്തോസ് സലാമിയുടെ പ്രവചനങ്ങൾ അടുത്ത വർഷം അത്ര ശുഭകരമായിരിക്കില്ല എന്ന സൂചനയാണ് നൽകുന്നത്. ആരും വിജയികളാകാത്ത യുദ്ധങ്ങൾ തുടരുമെന്നും അതുപോലെ നിരവധി പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമെന്നൊക്കെയാണ് ഇപ്പോൾ ആത്തോസ് സലാമി പ്രവചിച്ചിട്ടുള്ളത്. നേരത്തെ കോവിഡ് മഹാമാരിയുടെ വരവും 2022 എലിസബത്ത് രാജ്ഞി മരിക്കും എന്നൊക്കെയുള്ള പ്രവചനങ്ങൾ നേരത്തെ നടത്തി പ്രശസ്തനായ വ്യക്തിയാണ് ആത്തോസ് സലാമി. നേരത്തെ പല പ്രവചനങ്ങളും യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ടും നടത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ നേരിട്ട് ചർച്ച നടത്തിയ വേളയിൽ ആത്തോസ് സലാമി അന്ന് പറഞ്ഞത്, ഈ യുദ്ധം ഇവരാരും ഇടപെട്ടാൽ അത് അവസാനിക്കാൻ പോകുന്നില്ല എന്നാണ്. ഇതാരും വിജയിക്കാതെ ഇങ്ങനെ തുറന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. മാത്രമല്ല അദ്ദേഹം കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ ചില പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാണ് തൈവാൻ ചൈന ബന്ധം. ചൈനയുടെ എക്കാലത്തെയും ഒരു ആഗ്രഹമാണ് തൈവാൻ കീഴടക്കി അവരുടെ കീഴിലാക്കുക എന്നുള്ളത്. പക്ഷേ അത് ഇങ്ങനെ തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഈയിടെ അമേരിക്ക വലിയ തോതിൽ തൈവാന് ആയുധങ്ങൾ കൈമാറിയിരുന്നു. ഇത് ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് കാരണമായി തീർന്നിരുന്നു. ചൈന ഒരു കാരണവശാലും ഇക്കാര്യം അംഗീകരിക്കുകയില്ല എന്നും തങ്ങളുടെ ശത്രു രാജ്യത്തിന് അമേരിക്ക ഇത്രയധികം ആയുധങ്ങൾ നൽകിയത് ശരിയായ നടപടിയല്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു. മാത്രമല്ല തൈവാനെ അനുകൂലിക്കുന്ന ജപ്പാന് നേർക്കും ചൈന ഭീഷണി മുഴക്കിയിരുന്നു. നേരത്തെ ജപ്പാൻ ഒരു കാലത്ത് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് തങ്ങളെ ആക്രമിച്ച കഥയൊക്കെ തങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്നും അതിന് വേണ്ടി വന്നാൽ തങ്ങൾ തിരിച്ചടി നൽകുമെന്നൊക്കെയുള്ള രീതിയിൽ ചൈനീസ് പ്രധാനമന്ത്രി തന്നെ താക്കീത് നൽകിയിരുന്നു. ഇതിന് ജപ്പാൻ സർക്കാർ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉള്ള ഒരു ഏറ്റുമുട്ടലുണ്ടായാൽ തങ്ങൾ നേരിടാൻ തയ്യാറാണെന്നുമൊക്കെ അവരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യമാണ് ഒരുപക്ഷെ ആത്തോസ് ഇപ്പോൾ വിലയിരുത്തിയിട്ടുള്ളത് എന്ന് വേണം പറയാൻ. കാരണം ഇന്ന് ലോകത്ത് ഇന്ന് നടക്കുന്ന യുദ്ധങ്ങളൊക്കെ തന്നെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യുമായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരിക്കലും ഇതിനൊന്നും ഒരു തീരുമാനം ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണ് ആത്തോസ് സലാമി പറയുന്നത്. മാത്രമല്ല യുക്രൈനുമായി ഇപ്പോൾ വളരെ അടുപ്പത്തിലുള്ള മറ്റു ചില യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്. അവർ വളരെ സൂക്ഷിച്ച് ഇരിക്കണമെന്നാണ് ആത്തോസ് സലാമിയുടെ മറ്റൊരു മുന്നറിയിപ്പ്. കാരണം യുക്രൈനെ അനുകൂലിക്കുന്ന രാജ്യങ്ങളെ ആക്രമിക്കുമെന്ന് നേരത്തെയും റഷ്യൻ പ്രസിഡന്റ് പുടിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വേണ്ടി വന്നാൽ ആണവായുധം പോലും പ്രയോഗിക്കുമെന്ന് അദ്ദേഹം താക്കീത് നൽകിയിരുന്ന സാഹചര്യമായിരിക്കാം ഒരുപക്ഷെ ആത്തോസ് സലാമി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ വളരെ കരുതലോടുകൂടി ഇരിക്കണമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത്. മാത്രമല്ല ഈയിടെ ചൈനീസ് സൈന്യം തൈവാന് ചുറ്റും സൈനിക അഭ്യാസ പ്രകടനം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ ഭാവിയിൽ നടക്കാനിരിക്കുന്ന യുദ്ധത്തിൻ്റെ മുന്നോടിയായിട്ടായിരിക്കാം എന്നാണ് ആത്തോസ് സലാമി പ്രവചനം നടത്തിയിട്ടുള്ളത്. ഏതായാലും അടുത്ത വർഷം സൈബർ മേഖലയിൽ ഒരുപാട് സൈബർ ആക്രമണങ്ങൾ വിവിധ മേഖലകളിൽ ഉണ്ടാകും എന്നാണ് മറ്റൊരു പ്രവചനം. ഇന്ന് സൈബർ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സൈബറില്ലാതെ നമുക്കൊരു ലോകമില്ല. അതുകൊണ്ട് തന്നെ ഈ സൈബർ ആക്രമണങ്ങൾ ഒരുപാട് കാര്യങ്ങൾ, അതായത് അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങളെ പോലും ബാധിക്കുന്ന തരത്തിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഈ സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകാം എന്നാണ് അദ്ദേഹം പ്രവചിക്കുന്നത്. എന്നാൽ ഈ മൊത്തത്തിൽ നെഗറ്റീവ് പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം ചില നല്ല കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത് മറ്റു ചില മേഖലകളിൽ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ വലിയ വളർച്ച ഉണ്ടാകുമെന്നും ആരോഗ്യ മേഖലയിൽ ഒരുപാട് പുതിയ കണ്ടുപിടുത്തങ്ങൾ, അതായത് ഒരുപാട് മഹാരോഗങ്ങൾക്ക് ചികിത്സ ഇനിയും ലഭ്യമല്ലാത്ത പല രോഗങ്ങൾക്കും അതിന് കൃത്യമായ പ്രതിവിധി ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പ്രവചിക്കുന്നത്. അതേസമയം പ്രകൃതിക്ഷോഭങ്ങൾ ഇനിയും ലോകത്തെ വിവിധ രാജ്യങ്ങളെ ഗുരുതരമായി തന്നെ ബാധിക്കുമെന്നാണ് ആത്തോസ് പ്രവചിക്കുന്നത്. സ്പെയിൻ, ഇറ്റലി, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള ഉഷ്ണതരംഗങ്ങൾ ഉണ്ടാകുമെന്നും അത് അവിടുത്തെ സ്ഥിതിഗതികളെ കൂടുതൽ മോശമാക്കുമെന്നൊക്കെ അദ്ദേഹം പ്രവചിക്കുന്നുണ്ട്. ഏതായാലും അടുത്ത വർഷം അത്ര ശുഭകരമായിരിക്കില്ല എന്നാണ് ഈ ആധുനിക കാലത്ത് നൊസ്ട്രഡാമസ് പ്രവചിക്കുന്നതെങ്കിൽ പോലും ആരോഗ്യ മേഖലയിലും മറ്റും വലിയ നേട്ടങ്ങളുണ്ടാകുമെന്നും ഒരുപാട് രോഗങ്ങൾക്ക് പ്രതിവിധി ഉണ്ടാകുമെന്നൊക്കെ അദ്ദേഹം പ്രവചിക്കുന്നത് നമുക്ക് ഏറെ പ്രത്യാശ പകരുന്നതാണ്.